ഹായ് ആൾ. സോ ഇന്നത്തെ വീഡിയോ തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ഗേൾസ് ഡേ ഔട്ട് പ്ലസ് നമ്മുടെ കൂട്ടത്തിലുള്ളത് ഒരു ബ്രൈഡാണ്. സോ ഓക്ക് ലാസ്റ്റ് മിനിറ്റ് ആയിട്ടുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. സോ അതിനുള്ള വ്ളോഗാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. സോ ഫുള്ളായിട്ടൊന്നും എനിക്ക് കവറപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല, എവിടേക്കോ കുറച്ച് എടുത്തിട്ടുള്ളൂ. സോ ഈ ഒരു ഇരുത്തം എന്താ വെച്ചാൽ എല്ലാവരും 10:30 എത്താമെന്ന് പറഞ്ഞു, പക്ഷെ ഒരാരും എത്തിയില്ല. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ. സോ ഞാൻ ഓരോ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണത്. ഒരു 1 ഹവറോളം ഞാൻ ഓരോ കഥ അവിടെ ഇരുന്നു. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങിയത്. ആസ് യൂഷ്വൽ ഗേൾസ് പോയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഷോപ്പിൽ കയറോ 2 ഷോപ്പിൽ കയറോ നമുക്ക് സാധനം കിട്ടൂലല്ലോ. അതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. പിന്നെ ബ്രൈഡിനായതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം ഫാൻസി ടൈപ്പ് നമ്മൾ നോക്കുവാണല്ലോ. സോ നമ്മൾ അത്യാവശ്യം അവിടെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും നമ്മൾ കയറി നോക്കി. ബട്ട് നമ്മുടെ ബ്രൈഡിന് പറ്റിയിട്ടുള്ള സൈസ് നമുക്ക് എവിടുന്നും കിട്ടിയിട്ടില്ല. അറ്റ് ലാസ്റ്റ് നമുക്കൊരു ഷോപ്പിൽ നിന്ന് കിട്ടി. നമ്മൾ ഈ ഒരു ഫാൻസി ടൈപ്പ് പോലെയുള്ള ഒരു ഷൂ മോഡലായിട്ടുള്ള ഒരു ചെരുപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആൻഡ് അവിടുന്ന് ട്രയലൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ എനിക്ക് പറ്റണതോ ഉണ്ടോ എന്നുള്ളത് നോക്കി. ഞാനും അവിടുന്ന് എനിക്ക് ഫൈനലായിട്ടുള്ള ഒരു ചെരുപ്പ് എടുത്ത് ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട്. നിങ്ങളത് രസമുണ്ടോ ഇല്ലേ എന്നുള്ളതും കൂടി പറയാം. അതേപോലെ നമ്മൾ ബ്രൈഡിനെ എടുത്ത ഈ ഒരു കാണിച്ചൊരു മോഡൽ ഓഫ് ഇതും ചെരുപ്പും രസമുണ്ടോ എന്നുള്ളത് ഒന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ കുറേ ഷോപ്പിലൊക്കെ കയറിക്കണേ, പക്ഷേ എല്ലാം എനിക്ക് ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നടത്തത്തിൻ്റെ തിരക്കിൽ ഈ ഫോണും പിടിച്ചിട്ട് നടന്നില്ല, കഴിഞ്ഞില്ല. ആൻഡ് നല്ല ചുട്ട് പൊള്ളണ വെയിലായതുകൊണ്ട് തന്നെ അത് എല്ലാം കൂടി എനിക്ക് ക്യാപ്ചർ ആക്കാൻ പറ്റിയിട്ടില്ല. സോ ആകെ ഇതൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഒന്ന് സപ്പോർട്ടാക്കുക. പിന്നെ ഞാൻ എടുത്തത് ഈ ഒരു ഹീൽസാണ് എടുത്തിട്ടുള്ളത്. സോ രസമുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാം. എല്ലാവരും പറഞ്ഞ് കാലിനിട്ടിട്ട് നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പോൾ പിന്നെ എനിക്കും തോന്നി കാലിനിട്ടിട്ട് എന്തോ ഭംഗിയുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുത്ത്. പിന്നെ നമ്മൾ കുറച്ച് ജ്വല്ലറീസ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. കമ്മലൊക്കെ മേടിക്കാണ്ടേനൊക്കെ തലേന്നത്തെ പരിപാടിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള കമ്മൽ, പിന്നെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. ആൻഡ് ഇതാണ് ബ്രൈഡ്. പക്ഷെ ക്യാമറൻ്റെ മുന്നിലേക്ക് ആൾ വരുന്നേ ഇല്ല കേട്ടോ. ക്യാമറ ഓണാക്കുമ്പോഴത്തേന് ആൾ തലതിരിക്കും. പിന്നെ ഒരു വിധത്തിലൊക്കെ പറഞ്ഞ് കൺവിൻസ് ആക്കി ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഇൻട്രോവേർട്ട് ആയാൽ പറ്റും ഇല്ലല്ലോ. പിന്നെ നമ്മൾ നേരെ പോയി നല്ല ചോറും സാമ്പാറും ഉപ്പിലൊക്കെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ച് ആ ഒരു ഫീല് വേറെ തന്നെയാലേ. ഇനി എനിക്കൊരു ഹീൽസ് അല്ല ഫ്ലാറ്റ്സ് എടുക്കണം എന്നുണ്ടെങ്കിലും അതിന് വേണ്ടി പോയി. പക്ഷെ എനിക്കൊന്നും പറ്റില്ല, ഒട്ടുക്കത്തെ വെയിലേനു കേട്ടോ. പിന്നെ അവിടെയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് മാനേജർ സ്ക്വയറിലേക്ക് പോയി എല്ലാവരും ഒന്ന് ഇരുന്ന് സംസാരിക്കുകയെന്ന് വെച്ച് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയി കുറേ കാര്യങ്ങൾ ഇരുന്നൊക്കെ സംസാരിച്ചു. ആ കാര്യങ്ങളൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഫോണൊരു സ്ഥലത്ത് സേഫ്ലി വെക്കാൻ പറ്റിയിട്ടില്ല. ക്യാമറയുടെ മുന്നിൽ ക്യാപ്ചർ ചെയ്യുന്നതിനാണ്ടല്ല ആ മൊമെൻ്റ് എത്ര സെർച്ച് ചെയ്തു എന്നുള്ളതിലല്ലേ കാര്യങ്ങളുള്ളത്. പിന്നെ എല്ലാവരും പാനിപൂരി കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ആൻഡ് കുഴപ്പമൊന്നുമില്ലാണ് പാനിപൂരി. ആസ് യൂഷ്വൽ പാനിപൂരി ലവേഴ്സിന് ഒരിക്കലും പാനിപൂരി ഇഷ്ടമില്ലാതാവില്ലല്ലോ അല്ലേ. അപ്പം അങ്ങനെ പാനിപൂരിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. വീണ്ടും നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് മാരേജിനെ പറ്റിയിട്ടും ആൻഡ് പൊതുവായിട്ടുള്ള എല്ലാ കാര്യത്തിനെ പറ്റിയിട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ആക്കി. ആൻഡ് എ വെരി വെൽ സ്പെൻഡ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും ഒരു മൈൻഡിനൊരു റിഫ്രഷിങ്, റിലാക്സിങ് ആൻഡ് ഒരു കാം ആൻഡ് നമ്മളതായിട്ടുള്ളൊരു ദിവസം, ഒരു വെൽ സ്പെൻഡ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുക, ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലീൻ്റെ കൂടെ ആരെ കൂടെയാണോ സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നത് അവിടെ ഇറങ്ങുക. ഒരു ഡേ നമുക്കായിട്ട് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ മാറ്റി വെക്കണം. പിന്നീട് നമ്മൾ അതിനെ പറ്റി റിഗ്രറ്റ് ചെയ്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. എപ്പോഴെങ്കിലൊക്കെ സെൽഫ് ലവ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്. പിന്നെ ടൈം ഒരു 5:30 ഒക്കെ ആയ സമയത്ത് നമ്മളൊക്കെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും 3 വൈക്ക് അങ്ങോട്ട് തിരിഞ്ഞ് 2 ബസ്സൊക്കെ കയറ്റി കിടത്തി ഞാൻ വീട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് us, ഡു ഫോളോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.